രാമായണത്തിലൊരു കഥാപാത്രമുണ്ട് ശ്രവൺ കുമാർ. ഇതൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. ഈ ശ്രവൺ കുമാർ തന്റെ മാതാപിതാക്കളായ ശാന്തനുവും ജ്ഞാനവതിയും അച്ഛനും അമ്മയാ. അവര് വയസ്സായി. മകനോട് പറഞ്ഞു, ശ്രവണകുമാറിനോട്, ഞങ്ങൾക്കാകെയുള്ള പൂതി ഭാരതത്തിലാകെ ചുറ്റി നടന്ന് കാശിയിലും കാവേരിയിലും എല്ലാ ക്ഷേത്രമൊക്കെ ഒന്ന് കാണണം. അതിൻ്റെ പേരിൽ അന്ന് ശ്രവൺ കുമാർ ചെയ്ത പണിയാണ്, ഒരു നല്ല മുളയെടുത്തു, നല്ല 2 കൊട്ട കെട്ടി തോളത്തേക്ക് വെച്ചു, അച്ഛനെയും അമ്മയെയും കവടിയിൽ ഇരുത്തി ലോകം ചുറ്റിയ വ്യക്തിയാണ് ശ്രവൺ കുമാർ. ഗുരുത്വത്തിന്റെ കഥ പറയുമ്പോ, സമർപ്പണത്തിന്റെ ചരിത്രം പറയുമ്പോ, ഭാരതീയ ചരിത്രത്തിൽ പറയുന്ന ഏറ്റവും വലിയ സംഭവമാണ് കാവടി യാത്ര. ഇത് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ, 2 കൊട്ട, അച്ഛൻ ഒന്നിലും അമ്മ ഒന്നിലും, എന്നിട്ട് ഇതുമായിട്ട് എവിടം വരെ പോയി എന്നാ പറയുന്നത്? മധുരയിൽ പോയി, കാശിയിൽ പോയി, അയോധ്യയിൽ പോയി. ഈ അച്ഛനെ അമ്മയെയും ഈ രൂപത്തിൽ പരിപാലിച്ച ഭാരതീയ കഥാപാത്രമാണ് ശ്രവൺ കുമാർ. അച്ഛനമ്മമാരെ സ്നേഹിക്കുക, സേവിക്കുക, അവർക്ക് വേണ്ടി എന്ത് സമർപ്പിക്കാൻ പറ്റുമോ സമർപ്പിക്കുക.